പ്രിയപ്പെട്ട കൂട്ടുകാരെ, കിഡ്സ് ക്യാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നത് ജോയാക്കിൻ ഇമ്മാക്കുലയുടെ അപ്പ. അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കല്ലേ. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാവേ. മഴവേ വരണമേ, അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് വരണമേ, വന്നു വസിക്കണമേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ. കർത്താവായ ഈശോയെ, അങ്ങ് വേഗം വരണമേ. ഈശോയെ, ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇപ്രാവശ്യം. ഏത് വിഷയത്തെ കുറിച്ചാണ്? നമ്മൾ ഈസ്റ്ററിന്റെ തലേദിവസം ശനിയാഴ്ചയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. നാളെ ഈസ്റ്റർ അല്ലേ. 50 നോമ്പ് തീരുവാണ്. അതുകൊണ്ട് 50 നോമ്പ് അവസാനിക്കുവാണ്. നിങ്ങളെടുത്തു, നമ്മൾ നോമ്പെടുത്തു. പ്രത്യേകിച്ച് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്തൊരു കാര്യം ഫോൺ. ഫോൺ നല്ലത് നിങ്ങൾ കാണാറില്ല, ഈശോയുടെ പിന്നെ ഇന്നലെ കേട്ടോ. ഇന്നലെ കൂട്ടുകാരെ ദുഃഖ വെള്ളിയാഴ്ച 1 മണിക്കൂർ വെച്ച് ഇമ്മാക്കുലയുടെയും ജോയാക്കിനും മൗനം പൂർണ്ണമായിട്ട് ഒന്നും സംസാരിക്കാതെ മൗനമായിട്ടിരുന്ന വിശുദ്ധ ബൈബിൾ വായിച്ചല്ലേ. വിശുദ്ധ ബൈബിൾ വായിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അതെ, അവര് തന്നെയാണ്. അവര് തന്നെ ജനലിൽ അവരുടെ ഷാൾ വെച്ച് കൈ കെട്ടിയിരിക്കും. ഞങ്ങൾ ഇനി അറിയാതെ എഴുന്നേറ്റ് പോകരുത്, മൗനമായിട്ടിരിക്കണം പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഈസ്റ്ററിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ. അപ്പൊ ഈശോ മരിച്ചു കഴിഞ്ഞ് എത്രാം ദിവസമാണ്? 3-ാം ദിവസം അല്ലേ. 3-ാം ദിവസം. ഓക്കെ, ഈശോ ഉത്ഥാനം ഏറ്റവും ആദ്യം കണ്ടത് ആരാ? ഈശോ. വെരി ഗുഡ്. മഗ്ദലനാമറിയം ചെല്ലുമ്പോൾ കല്ലറയിൽ ഈശോ ഉണ്ടായിരുന്നോ? പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ഈശോനാണെന്ന് അറിയാം, പക്ഷെ ഈശോ ഇല്ല, ഈശോ ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, അപ്പൊ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നതിന് എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന തെളിവുകൾക്കൊന്ന് പറയാമോ? ഈശോയുടെ പ്രവചനം അല്ലേ. ഈശോ ഒരു 3 തവണ പ്രവചനം നടത്തുന്നുണ്ടായിരുന്നു. ഈശോ പറഞ്ഞ്, ഞാനിങ്ങനെ മരിക്കും, പക്ഷെ 3-ാം ദിവസം ഞാൻ ഉത്ഥാനം. പിന്നെ അതുകൂടാതെ തന്നെ വന്നപ്പോ ഈശോനെ കാണുന്നില്ല. കല്ലറ ഇങ്ങനെ ശൂന്യമായിട്ട് കിടക്കുന്ന കഴിയുമ്പോഴത്തേനും മനസ്സിലായി അവിടെ ഈശോ അവിടെ ഇല്ല. അപ്പൊ ഈശോ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഉത്ഥാനം ചെയ്തവർ മനസ്സിലായി. പിന്നെ എന്താ തെളിവുള്ളത്? പിന്നെ ഉയർത്തെഴുന്നേറ്റ് ഈശോയെ അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരും ഏറ്റവും കണ്ടോ? നല്ല അറിയാം അല്ലേ. അപ്പൊ അതിന് വലിയ തെളിവാ അല്ലേ. ഉയർത്തെഴുന്നേറ്റ ഈശോയെ നേരിട്ട് അവർ കണ്ടു. ഈശോ എത്ര ദിവസം അവർ താമസിച്ച് ഉത്ഥാനം ചെയ്ത? ഈശോ 40 days. ഈശോ 40 ദിവസം ഈശോ. അത്ര വലിയ തെളിവുണ്ട്. 40 ദിവസം ഈശോ അപ്പോസ്തലന്മാരുടെ കൂടെ താമസിച്ചു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തു. പിന്നെ തെളിവുണ്ട് കേട്ടോ. പിന്നെ ഈശോ ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ ആൾക്കാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അത് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ 500 പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു പറയുന്നുണ്ട് ഈശോ. പിന്നെ പൗലോസ്ലീഹ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു രസകരമായ കാര്യം ഞാൻ ഒരു ഉദാഹരണം പറയാവേ. ഇപ്പൊ ഈശോ ഉത്ഥാനം ചെയ്ത കാര്യം ഇന്ന് ലോകത്ത് പലരും വിശ്വസിക്കുന്നില്ല. ചില ക്രിസ്ത്യാനികൾക്ക് പോലെ സംശയമുണ്ട്. അപ്പൊ അത് തെളിവില്ലായിട്ടൊന്നുമല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തെളിവുകളൊക്കെ ഉണ്ടല്ലോ. തെളിവില്ല എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തൊരു ഉദാഹരണം പറയാവേ. ഇപ്പൊ നമ്മളൊരു ദിവസം ഇങ്ങനെ നമുക്ക് ദീപിക പേപ്പർ ആണല്ലോ പഠിക്കുന്നത്. നമ്മളങ്ങനെ വായിക്കാറില്ല, ചുരുക്കുന്നത് അങ്ങനെ അല്ലേ. അപ്പൊ ഒരു ദിവസം നമ്മളിങ്ങനെ ദീപിക പേപ്പർ ഇങ്ങനെ എടുക്കുമ്പോൾ അതിനകത്തെ പേജില് നമ്മൾ നോക്കത്തിലും മരിച്ച മരണമടഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത ഒന്ന് വിചാരിക്കുക കേട്ടോ. ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളാണ്. ഓക്കെ, അദ്ദേഹം മരിച്ചല്ലേ എന്ന് വിചാരിച്ചു. നമ്മൾ വലിയ മൈൻഡൊന്നും പോയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ദീപിക പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന് പറഞ്ഞ ആൾ ഇതാ ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന് വാർത്ത ഒന്ന് വിചാരിച്ചു. എന്ന് മാത്രമല്ല, ദീപിക മാത്രമല്ല, പ്രധാന മലയാള മനോരമ, മാതൃഭൂമി, അങ്ങനെ പല പേപ്പേഴ്സ് ഉണ്ട്. എല്ലാ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഇയാൾ ഉത്ഥാനം ചെയ്തെന്ന് പറഞ്ഞ വാർത്ത ഒന്ന് വിചാരിക്കുക. നമ്മൾ വിശ്വസിക്കുമോ അത്? അല്ലേ. അതായത് ശരി, അതായത് മരിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പാ. പക്ഷെ മരിച്ചു എന്നുള്ളതിന് ചെറിയ വാർത്തയേ ഉള്ളൂ. ഉത്ഥാനം ചെയ്തു എന്നുള്ളതിന് ഫ്രണ്ട് പേജിൽ എല്ലാ പേപ്പറും വലിയ വാർത്തയുണ്ട്.
പക്ഷെ മനുഷ്യർക്ക് കൂത്താനും ചെയ്യും. അതായത് അതിനെ പറഞ്ഞ കാര്യം. അതായത് അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം, അപ്പൊ ഈശോ ഉത്ഥാനം ചെയ്തതിന് കൃത്യമായ തെളിവുകളുണ്ട്. തെളിവില്ലായിട്ടല്ല. ഇപ്പൊ തന്നെ ഓർത്ത് നോക്കി, നമ്മളിപ്പോ ഈ പറഞ്ഞ സംഭവത്തില് മരിച്ചതിനുള്ള തെളിവ് ചെറിയ തെളിവാണെങ്കിൽ, ചെറിയ ചെറിയ ഫോട്ടോസ് ഉള്ളെങ്കിൽ, ഉത്ഥാനം ചെയ്തെന്ന് പറഞ്ഞ തെളിവ് വലിയ ഫോട്ടോസും വലിയ വാർത്തയാണ്. പക്ഷെ നമുക്ക് മനസ്സിൽ ചിന്ത വരുവാണെങ്കിൽ ഒരു മനുഷ്യനെ ഉയർക്കുന്നല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈശോ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട് ഈശോയ്ക്ക് ഒരിക്കലും മരിച്ചിട്ട് ഉത്ഥാനം ചെയ്യാൻ പറ്റുകയില്ലെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അനേകം പേര് ഈശോ ഉത്ഥാനത്തിൽ വിശ്വസിക്കാത്തത്. അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കണം, ഇനി നമ്മൾ ആ ഈശോയുടെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് വിശ്വസിക്കുക? അതാ നല്ലൊരു ഇതാണ്. നമ്മുടെ കാലത്ത് അതന്നെ റൈറ്റ് കേട്ടോ. അതായത് നമ്മുടെ ഈശോയുടെ കാലത്ത് അതിലൊന്നും പറ്റിപ്പോയത് അപ്പോസ്തലന്മാർക്ക് പോലും സംശയമായി ഈശോ ഉത്ഥാനം പറഞ്ഞപ്പോഴത്തേനുമേ. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈശോവിനെ ഈ മഗ്ദലന മറിയം മറ്റും ചെന്ന് പറഞ്ഞിട്ടും ഈ ഉത്ഥാനത്തെ വിശ്വസിക്കാത്തതിനെ കുറിച്ച് വഴക്ക് പറയുന്നത് അപ്പോസ്തലന്മാരോട്. അപ്പോസ്തലന്മാർ ബൈബിളിനകത്തുണ്ട്. ഈശോ അപ്പോസ്തലന്മാരോട് 3 പ്രാവശ്യം ഇങ്ങനെ ഉത്ഥാനം ചെയ്യുന്നു പറഞ്ഞിട്ട് പോലും ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതകാലത്ത് ചെയ്ത് കാണിച്ചിട്ടും മരിച്ച ഉയർപ്പിച്ച് കാണിച്ചിട്ട് പോലും അപ്പൊ ആരും കുറ്റം പറയണേ പറഞ്ഞതിന്റെ കാരണം. അപ്പൊ ഈശോ ഉത്ഥാനം ചെയ്യാത്തതുകൊണ്ടല്ല, അപ്പൊ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഈശോ ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. ഒരു മനുഷ്യനെ ഉത്ഥാനം ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞതിന് കാരണം എന്താ അറിയാമോ, ഈശോ ഉത്ഥാനം ചെയ്തതിന് എന്നതിന് മതിയായ തെളിവുകളുണ്ട്. ഈശോയെ കുറിച്ച് കാരണം ചില പ്രത്യേകിച്ച് നമ്മുടെ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസ് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്നില്ലേ. പക്ഷെ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പരിശുദ്ധാത്മ വരുന്നതിന് മുമ്പ് അവർക്ക് ചില മനുഷ്യൻ ഒരു നല്ല പ്രവാചകനെ പോലെയൊക്കെ തോന്നുന്നുള്ളായിരുന്നു. പക്ഷെ പൂർണ്ണമായ വിശ്വാസം വന്നില്ല. പക്ഷെ നമുക്കാണത്, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു കഴിയുമ്പോൾ നമുക്കും യേശു ആരാണെന്ന് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 കൊറിന്തോസ് 12:3 പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ഈശോ കർത്താവാണ് എന്ന് ഏറ്റു പറയുക സാധ്യമല്ല. ഇനി നമുക്ക് പറയാനുള്ള വിഷയം അറിയാവോ, നമുക്ക് ക്രിസ്മസ് ഉണ്ട്, അങ്ങനെ പല തിരുനാളുണ്ടല്ലോ. അതിന്റെ കാരണം എന്താ അറിയോ? അതിന്റെ കാരണം നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ യഥാർത്ഥ വിശ്വാസം അടങ്ങിയിരിക്കുന്നത് ഈശോ ഉത്ഥാനം ബന്ധപ്പെട്ടാണ്. അതിനൊരു വചനത്തിന് ബൈബിളുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, യേശു ക്രിസ്തു മരിച്ചവെന്ന് ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം അത്രയെന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു വചനം പറയുന്നത് റോമാലേഖനം 10-ാം അധ്യായത്തിന് 9-ാമത്തെ വചനം. അങ്ങനെയാണ്, ആകയാൽ ഈശോ കർത്താവാണ് എന്ന് അതിരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. അപ്പൊ പറഞ്ഞിട്ട് മതിയോ? അതായത് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് ഈശോയെ പിതാവായ ദൈവം മരിച്ചവൻ ഉയർപ്പിച്ചു എന്ന് വിശ്വസിച്ചാലാ. മനസ്സിലായോ? അതായത് ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടല്ല, ഈശോ കുരിശിൽ മരിച്ചെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടല്ല, അതിനേക്കാൾ ഉപരി പിതാവായ ദൈവം ഈശോയെ മരിച്ചവൻ ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ആത്മരക്ഷകൾ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈശോയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഉത്ഥാനം എന്ന് പറയുന്നത്. നാളെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ഈസ്റ്റർ എന്ന തിരുനാള് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഞാനിങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളതല്ലാതെ നമ്മളുടെ വിശ്വാസമായിട്ട് അങ്ങനെയൊക്കെ എന്നുള്ളൂ. അതിൻ്റെ ഒരു തിരുനാളൊന്നും അല്ല. നമ്മളുടെ ഈശോയുടെ നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയോ അങ്ങനെയുള്ള കാര്യമായിട്ട് വലിയ ബന്ധമുള്ളതായിരുന്നു. നമ്മളിനി ഈശോയുടെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ടേ അത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നതിൻ്റെ 2-3 കാര്യങ്ങൾ പറയാവേ. കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ കഥ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നതാണ്, അതൊന്നും പറയാറ് കുട്ടികളെല്ലാം കേൾക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ പുറത്തിറങ്ങി. ആ സിനിമയുടെ പേര് ദ വേൾഡ് ഇൻ ഡാർക്ക്നെസ്. പറഞ്ഞ അപ്പൊ ഒന്നും കുട്ടികളെ പറയാവേ. അതായത് ഒരു എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചരിത്രമായി എല്ലാം അന്വേഷിക്കുന്ന ഒരാളെ അന്വേഷിച്ച അയാള് ഇസ്രായേലിലെത്തി. എന്നിട്ട് അയാൾ ഈശോയെ കബറടക്കിയിരിക്കുന്ന ഈശോയുടെ കല്ലറയ്ക്ക് വന്നു. എന്നിട്ട് അയാൾ അവിടെ എല്ലാം അന്വേഷണം നടത്തിയിട്ട്, ഇതൊരു സിനിമയിലെ കഥയാണേ കേട്ടോ. അയാൾ ഈ അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ അവസാനം കണ്ടെത്തിയ കാര്യം അയാൾ TV-യിലൂടെ വാർത്ത പുറത്തേക്ക് വിട്ടു. ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും വാർത്ത കാണുവാണ്. അയാൾ ഈശോയെ കല്ലറ കാണിച്ചിട്ട് കല്ലറയ്ക്കകത്തൊരു ബോഡി കാണാം. എന്നിട്ട് അയാൾ ആ ബോഡി കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ഈശോ മരിച്ചവന്ന് ഉത്ഥാനം ചെയ്തില്ലായിരുന്നു, ക്രിസ്ത്യാനികളുടെ കള്ളം പറഞ്ഞായിരുന്നു പറഞ്ഞേ. ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും എല്ലാ രാജ്യങ്ങളിലും ആൾക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ, ഈശോ ഉത്ഥാനം ചെയ്തില്ലായിരുന്നോ? ഉടനെ ആൾക്കാർക്ക് ആപ്പാടെ അന്നായി നമുക്ക് ഇനി പള്ളിയിൽ പോകണ്ട. അച്ഛന്മാരും കഥ പറയാം നമുക്ക്.
എന്നിട്ട് നമുക്കെന്നാ ഇനി പള്ളിയിൽ പോകണ്ട, അച്ഛന്മാർ പറഞ്ഞു നമുക്കിനി കുർബാന ചെല്ലണ്ട എന്ന് പറഞ്ഞ്, സിസ്റ്റേഴ്സ് പറഞ്ഞു നമുക്ക് ഇനി വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞേ. അപ്പം പള്ളി കുർബാനയില്ല, കുമ്പസാരമില്ല, നമ്മുടെ സഭയുടെ എല്ലാ കാര്യങ്ങളും വിശ്വാസം എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തേ. അന്നത്തെ ഈ ലോകത്താകപ്പാടെ ക്രിസ്തീയ വിശ്വാസം പോയപ്പോൾ ലോകമാകപ്പാടെ ഭയങ്കര അസ്വസ്ഥതയായി. എല്ലായിടത്തും പാപങ്ങളും നിറയാൻ തുടങ്ങി. ക്രിസ്തീയ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പാപം നിറയും. നമുക്കൊരാത്മാവുണ്ടല്ലോ, നമ്മൾ ഇന്ന് ആത്മാവ് മരിച്ചു പോയാൽ നമ്മൾ തന്നെ മരിച്ചു പോകും, നമ്മൾ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ പോലെ ലോകത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസം പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് പിന്നെ ഒന്നുമില്ല. ഈ ലോകത്തെ എത്ര നല്ല ഈ ആത്മീയമായിട്ടും എല്ലാം നല്ലൊരു നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയാണല്ലോ ജീവികാരുണ്യ പ്രവർത്തകർക്ക് വഴിയായിട്ടേ. അപ്പൊ ഈശോ ഉത്ഥാനം ചെയ്തിരുന്ന വാർത്ത പറഞ്ഞതുകൂടി ഇതെല്ലാം മാറിപ്പോയി. കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനുള്ളൂ മുമ്പത്തെ ചേട്ടനില്ലേ, ഈശോ ഉത്ഥാനം ചെയ്തെന്ന് പറഞ്ഞ ചേട്ടനില്ലേ, അത് വീണ്ടും ടി വി പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ഉറക്കെ കരഞ്ഞേ, ഞാൻ കള്ളം പറഞ്ഞതായിരുന്നേ, ഈശോ ഉത്ഥാനം ചെയ്തായിരുന്നു, ഞാൻ ഈജിപ്തിൽ നിന്നൊരു മമ്മി കൊണ്ടുവന്ന് അതിനെ കൊണ്ടുപോയി ഒരു ബോഡി കൊണ്ടുപോയി വെച്ചിരുന്നതായിരുന്നു, ഞാൻ കള്ളം പറഞ്ഞതായിരുന്നു. ഇപ്പം ലോകത്തിൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് ഭ്രാന്തി പിടിക്കുന്നേ, കത്തോലിക്ക സഭയും കത്തോലിക്ക വിശ്വാസം ലോകത്തില്ലെങ്കിൽ ലോകം നശിച്ചു പോകും, ഈശോ ശരിക്കും ഉത്ഥാനം ചെയ്തായിരുന്നു പറഞ്ഞു. അതായത് എൻ്റെ അർത്ഥം അറിയോ, ഈശോയുടെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പള്ളിയിൽ പോകുന്നതും നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം. ഈശോ മരിച്ചവർ ഉത്ഥാനം ചെയ്തില്ല എന്ന് ആരെങ്കിലും തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തീയ വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ നിലയിൽ ഏറ്റവും വലിയ അനുസ്മരണവും ആഘോഷവുമാണ് നമ്മൾ നാളെ നടത്താൻ വേണ്ടി പോകുന്ന ഈസ്റ്റർ. അതുകൊണ്ടാണ് ഈ 50 ദിവസമൊക്കെ ഒരുങ്ങി 50 നോമ്പൊക്കെ എടുത്ത് ഒരുങ്ങി സഭ തിരുനാൾ ആഘോഷിക്കുന്നത്. പിന്നെ ഇനി ഈശോയുടെ ആ ഉത്ഥാനവുമായി ബന്ധപ്പെട്ടൊരു നല്ലൊരു കാര്യം, ഒരു സംഭവം നടന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്, ഒരു സിഖ് മതം എന്ന് പറയുന്ന മതമുണ്ട്, അതിലുള്ള വ്യക്തിയായിരുന്നു സാധു സുന്ദർ സിംഗ് എന്ന് പറയും ഒരാളെ. അപ്പം അയാളിങ്ങനെ ചെറുപ്പക്കാലത്തോടെ അവരുടെ മതത്തിലെ വിശ്വാസത്തിലേക്ക് വളർന്നു വരികയായിരുന്നേ. അങ്ങനെ 10-12 വയസ്സായപ്പോഴേക്കും നമ്മൾ കത്തോലിക്ക ഒരു സ്കൂളിലാണ് ചേർത്ത്, ക്രൈസ്തവ സ്കൂളിലാണ് ചേർത്തത്. അപ്പം അന്നത്തെ കാലത്തൊക്കെ നമ്മൾ സ്കൂളുകളിലെ നമ്മുടെ ക്രൈസ്തവ സ്കൂളിൽ ഈശോയെക്കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ സുന്ദർ സിംഗ് ഭയങ്കര ദേഷ്യം വന്നു, മറ്റു മതസ്ഥരായ ഞങ്ങളെ ഇങ്ങനെ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് സ്കൂളിൽ പഠിക്കുകയാണല്ലോ. അപ്പം ഈ ക്രൈസ്തവരെ ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ച് ഞങ്ങളെ മതം മാറ്റുമെന്നൊക്കെയുള്ള ഒരു ദേഷ്യമൊക്കെ വന്നേ. അവസാനം ഏതാനും വർഷം കഴിഞ്ഞപ്പോഴത്തേന് സ്കൂളിലെ പഠനമെല്ലാം നിർത്തി, സുന്ദർ സിംഗ് പഠനം നിർത്തി വെച്ചു. കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ദേഷ്യം അങ്ങനെ ക്രിസ്ത്യാനികൾ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ എനിക്ക് ഒരു ദിവസം പിന്നെ ഈ സുന്ദർ സിംഗിന് ടൗണിലേക്ക് പോയപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഈശോയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സുന്ദർ സിംഗ് അവിടെ ചെന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ച് മേടിച്ച് കീറിയിട്ട് ആ റോഡിൽ കത്തിച്ച് കളഞ്ഞേ, ദേഷ്യം കാരണം. അന്ന് രാത്രിയിലെ സുന്ദർ സിംഗിനെ പറഞ്ഞേക്കാൻ പിന്നെ പറഞ്ഞേക്കുന്നതാണ്, സുന്ദർ സിംഗിന് ഭയങ്കരമായൊരു ആഗ്രഹം, യഥാർത്ഥം എനിക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ എനിക്ക് കാണണം എന്നൊക്കെ ഭയങ്കര ഒരു ദാഹം ഉണ്ടാവുക. അപ്പോൾ സുന്ദർ സിംഗ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നാളെ രാവിലെ 4:30 മുമ്പ് എനിക്ക് പ്രത്യക്ഷപ്പെടണം. എന്നെ കാരണം അറിയാം, 4:30 ഈ സുന്ദർ സിംഗിൻ്റെ വീടിന് മുന്നിൽ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ 4:30 മുമ്പ് ദൈവം പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിക്കാൻ വേണ്ടിയാണ്. ജീവിച്ചിരിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ നാളെ രാവിലെ 4:30 മുമ്പ് എനിക്ക് പ്രത്യക്ഷപ്പെടണം, അല്ലെങ്കിൽ ഞാൻ രാവിലെ മരിക്കുമെന്ന് പറഞ്ഞ് കടന്നു. ഒരു നേരത്തെ എഴുന്നേറ്റ് 2 മണിക്കാണ് എഴുന്നേറ്റ് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുവാണ്. 2 മണിയായി, 2:30 3 3:30 ഒരാളും വന്നില്ല. 4 മണിയായി, 4:15 4:25 കഴിഞ്ഞപ്പോഴേക്കും മുറിക്കകത്തേക്ക് വലിയൊരു പ്രകാശം വന്നേ. സുന്ദർ സിംഗ് നോക്കിയപ്പോഴത്തേനും ആ പ്രകാശത്തിൽ നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി വന്നു. അത് ഈശോ ആയിരുന്നു. എന്നിട്ട് ഈശോ ചോദിച്ചു, സുന്ദർ സിംഗ് നീ എന്തിനെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. പണ്ട് സാഹുവിനോട് ചോദിച്ച പോലെ ചോദ്യം ചോദിച്ചേ. ഞാൻ നിനക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയാണ് മരിച്ചതെന്ന് നീ അറിയുക എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഇവിടുത്തെ സുന്ദർ സിംഗിനുണ്ടായ ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് ഈ സുന്ദർ സിംഗ് പിന്നീട് ഈശോയെ ദൈവമായിട്ട് വിശ്വസിച്ച് വലിയ ക്രിസ്ത്യാനിയായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന മതപ്രഘോഷകനായിട്ട് മാറി. ഇനി സംശയമുള്ളതാണ്, ഒരു ചോദ്യം ചോദിക്കാം. സുന്ദർ സിംഗ് പറഞ്ഞു, ഞാൻ വിചാരിച്ചിരുന്നത് പോലെ സ്വരൂപത്തിനോ ഞങ്ങളുടെ ദൈവമെന്ന് വിചാരിക്കുന്ന ഗുരുനാനാക്കോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും പ്രത്യക്ഷപ്പെടുന്ന വിചാരിച്ചത്, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതെ ഈശോയെ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അതെന്തായിരിക്കും? അവരുടെ ഈ സ്വരൂപത്തിനും ഗുരുനാനാക്കും ഒന്നും പ്രത്യക്ഷപ്പെടാം, ഈശോ പ്രത്യക്ഷപ്പെട്ട കാരണം പറയാമോ? അല്ല, അത് ശരിയാണ്. ഇയാളെങ്ങനെ പ്രാർത്ഥിച്ചെങ്ങനെയായിരുന്നു? ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, മറ്റെല്ലാം മരിച്ച ദൈവങ്ങളല്ലേ, മറ്റുള്ളവരെല്ലാം മരിച്ചു പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ലല്ലോ. മറ്റു മതങ്ങളിലെ ദൈവങ്ങളൊന്നും വിചാരിക്കുന്ന ആൾക്കെല്ലാം മരിച്ചു പോയിട്ട് പിന്നെ വന്നിട്ടില്ലല്ലോ, ആരോത്താൻ ചെയ്തിട്ടില്ലല്ലോ. ഈശോ മാത്രമല്ലേ മരിച്ചു പോയിട്ട് ഉത്ഥാനം ചെയ്ത ആള്. അതായത് പിന്നെ പണ്ട് ലാസറിനെ ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ബാലിക ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നെ മരിച്ചു പോയിട്ട് ഉയർത്തിട്ട് വീണ്ടും മരിക്കാത്ത ഏക ആൾ ആരേ ഉള്ളൂ? നമ്മുടെ ഈശോ. ഹല്ലേലൂയ. മരിച്ചു പോയിട്ട് ഉയർത്തിട്ട്
വീണ്ടും മരിക്കാത്ത ഏകയാൾ. മറ്റു മതത്തിലെ ആൾക്കാർ മരിച്ചിട്ട് പിന്നെ ഉയർത്തിട്ട് പോലുമില്ല. അപ്പം ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ സുന്ദർ സിംഗ് പ്രാർത്ഥിച്ചത്. ജീവിച്ചിരിക്കുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ. ആരാണ്? ഈശോ. ആരാ? അങ്ങനെയാണോ? അവർ വേറെ ഹിന്ദുവല്ല, ഒരു സിഖ് മതം എന്നുള്ള വിശ്വാസമാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. ഇപ്പൊ ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തതിന്റെ ഗുണം അറിയാവോ? ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തതുകൊണ്ട് 2000 വർഷം മുമ്പ് ഈശോ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ അന്നുള്ള ആളുകൾക്ക് എന്തെല്ലാം ഈശോ ചെയ്തു കൊടുത്തുവോ അതെല്ലാം ഇന്ന് നമുക്ക് ചെയ്താൽ വേണ്ടി പറ്റും. ഈശോ ജീവിച്ചിരിക്കല്ലേ, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് കാര്യം സാധിച്ചു കിട്ടുന്നത്. ഈശോ ജീവിച്ചിരിക്കാതെ കൊണ്ടേ അത് നമ്മുടെ ഓർത്ത് വെക്കുക. എന്തൊരു നമുക്ക് മരിച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞ് കേൾക്കാൻ പറ്റുമോ? പിന്നെ എന്തെല്ലാം അത്ഭുതങ്ങൾ, പിന്നെ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മൾക്ക് എത്ര വർഷങ്ങൾക്കുള്ള നമ്മൾ കൊണ്ടാട്ടോ. ഈശോ ഉത്ഥാനം ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥന ചെയ്യും? കാരണം ഈശോ ജീവിച്ചിരിക്കല്ലേ 2000 വർഷം. അതുകൊണ്ടാണ് ഇന്ന് ഈ ധ്യാനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് ഈശോ കൊടുത്ത പോലെ രോഗശാന്തി കൊടുക്കുന്നു, പാപങ്ങൾ ഉപേക്ഷിക്കുന്നു, ആളുകൾ വിശുദ്ധിയിലേക്ക് വരുന്നു. കാരണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈസ്റ്റർ ദിവസം ഉണ്ടല്ലോ, പണ്ട് കാലങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഇന്നും അങ്ങനെ ചെയ്യേണ്ടതാണ്. ഈസ്റ്ററിന്റെ അടുത്ത ഈസ്റ്ററിന് ഞങ്ങൾക്ക് അപ്പയുടെ പഴയ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതെ. ഈസ്റ്റർ കഴിഞ്ഞുണ്ടല്ലോ, ഈസ്റ്റർ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനെ ഹല്ലേലൂയ നമ്മുടെ നാഥൻ ഉത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാർ പണ്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുർബാന ഇപ്പോഴും പറയാറുണ്ട്. കുർബാന എന്ന് പറഞ്ഞാൽ ഹാപ്പി ഈസ്റ്റർ പറയാറുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഹല്ലേലൂയ നമ്മുടെ നാഥൻ ഉത്ഥാനം ചെയ്തു. ഞാനത് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് ആൾക്കാർ ഈസ്റ്റർ ദിവസം തന്നെ ഫോം വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളത് ഹല്ലേലൂയ നമ്മുടെ നാഥൻ നമ്മുടെ ഈശോ ഉത്ഥാനം ചെയ്തു. നമുക്ക് നാളെ അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂട്ടുകാരായിട്ട് പങ്കുവെച്ചത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈസ്റ്റർ ദിവസം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വലിയ സന്തോഷവും വലിയ തീക്ഷ്ണതയും എത്ര വലിയൊരു വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് ഉയർത്ത ദൈവമാണ്. ആ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് നമ്മളൊരു അഭിമാനമൊക്കെ അല്ലേ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. പിന്നെ ഈ ഈസ്റ്ററിൻ്റെ വലിയൊരു മെസ്സേജ് അറിയോ? അതായത് ഈശോ ഉയർക്കുന്നവരെയും എല്ലാത്തിനും അവസാനം മരണമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ഈശോ ഉത്ഥാനം ചെയ്തതോടുകൂടി പിന്നെ മരണം അവസാനത്തെ അല്ല, മരണത്തിന് ശേഷം ജീവിതം ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഈശോയെ കൊല്ലാൻ പിന്നെ പിടിച്ച സമയത്ത് പത്രോസ് പേടിച്ചോടിയില്ലേ, അതല്ലേ പറഞ്ഞില്ലേ? എന്നെ കാരണം അറിയാമോ? പത്രോസ് വിചാരിച്ച് എന്നെ പിടിച്ചപ്പോ കൊന്നു കളയും, അല്ല അവസാനിക്കുവാണല്ലോ. കോഴി പോയല്ലോ. അത് കഴിഞ്ഞ് ഈശോ ഉത്ഥാനം ചെയ്തപ്പോൾ പത്രോസ് മനസ്സിലായത് ഇനി എന്നെ കൊന്നാലും ഞാൻ മരിക്കുകയല്ല. കാരണം ഈശോയെപ്പോൾ തന്നെ ഞാനും എനിക്ക് ഉത്ഥാനമുണ്ട്. നമ്മൾ ഉത്ഥാനം ചെയ്യുമല്ലോ, നമ്മൾ മരിച്ചു ഉത്ഥാനം ചെയ്യുമല്ലോ. നമുക്ക് ഈശോ അവസാനം പോകുമല്ലോ. അപ്പൊ അതായത് ഈശോയിൽ വിശ്വസിക്കുന്നവരെ, നമ്മുടെ ഈശോയുള്ള ഉയർപ്പിന്റെ ഗുണം എന്താണ്? ഈശോയിൽ വിശ്വസിക്കുന്നവരെ അതുപോലെ ഉയർപ്പിച്ച് ഈശോ സ്രോതത്തിലേക്ക് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്നതിന്റെ ആത്മാവിനെ അവിടുന്ന് ജീവൻ പ്രദാനം ചെയ്യുമെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ദിവസം ഉത്ഥാനമുണ്ട്. അതാണ് ഈശോ ഉത്ഥാനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ. നമുക്കും ഒരു നാൾ ഈശോയിൽ വിശ്വസിച്ചിട്ട് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ പോയി കൃത്യമായിട്ട് ജീവിക്കാം. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മൾ എന്തെല്ലാം നമ്മുടെ ജീവിതം ഇപ്പോൾ എത്രമാത്രം തകർന്ന് തരിപ്പണമായാലും എന്തെല്ലാം തകർച്ചകളാണെങ്കിലും കഷ്ടതകളിലാണെങ്കിലും ഈശോ ഉത്ഥാനം നമുക്ക് വലിയ പ്രത്യാശ നൽകും. എത്ര വലിയ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നമ്മളെ ഈശോ ഉയർപ്പിച്ചതുപോലെ നമ്മൾ ഉയർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ പറ്റൂ എന്നുള്ളൊരു നല്ല മെസ്സേജ് കൂടി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ മെസ്സേജ് ആയിട്ട് ഞങ്ങൾ അവസാനമായിട്ട് അതാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ എന്തുമാത്രം കഷ്ടതയിലും നിരാശയിലും ഉത്കണ്ഠയിലും ആയിരുന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇത് പ്രത്യാശ പ്രശ്നം കൂടിയാണല്ലോ. നമ്മൾ പ്രത്യാശ സാക്ഷികളാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരുമാണ്. ഈ ഉത്ഥാന തിരുനാള് നമ്മളുടെ ഉള്ളിലെ പ്രത്യാശ വർദ്ധിപ്പിക്കട്ടെ. ഈശോയെ മരിച്ചവും ഉയർപ്പിച്ച പരിശുദ്ധാത്മാ നമ്മളിലുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം നമ്മളെ ഉയർത്തി, എത്ര വലിയ പാപങ്ങളിലാണെങ്കിലും പ്രശ്നങ്ങളിലാണെങ്കിലും നിരാശയിലാണെങ്കിലും പരിശുദ്ധാത്മാ നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ള വലിയ പ്രത്യാശ എല്ലാവരും നിറയട്ടെ. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ദിനം ആശംസിക്കുന്നു അല്ലേ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊന്ന് പ്രാർത്ഥന ചെയ്യാം അല്ലേ? പ്രാർത്ഥിക്കാം. ഉത്ഥാനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ, അങ്ങയെ ഞങ്ങൾ അഭിമാനിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആനന്ദിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവേ, എത്ര വലിയ ഒരു വിശ്വാസത്തിലേക്കാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്ത് ആർക്ക് ലഭിക്കാത്ത അത്ര വലിയൊരു ദാനം സൗജന്യമായി ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ മാമോദീസയിൽ കൂടി ഞങ്ങൾ ക്രിസ്ത്യാനികളായി തീർന്ന് സൗജന്യമായി ഇത്ര വലിയൊരു ദാനം ഞങ്ങൾക്ക് ലഭിച്ചുവല്ലോ. കർത്താവേ, ഈ ദാനത്തിന് അനുസരിച്ച് അങ്ങയുടെ ഉത്ഥാനത്തെ സാക്ഷികളായിക്കൊണ്ട് വിശുദ്ധി ജീവിച്ച് അങ്ങയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അങ്ങ് എത്രമാത്രം ഉന്നതനാണെന്ന്, മറ്റുള്ളവർ വ്യത്യസ്തനാണെന്ന്, ഏക സത്യദൈവമാണെന്ന്, ഉത്ഥാനം ചെയ്ത ഏക ദൈവമാണെന്നുള്ള ആ വലിയ വിശ്വാസം മറ്റുള്ളവരുമായും പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ.